ഒരു ആർബിട്രറി പോയിന്റ് എച്ച് കെ തന്നാൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു എലിപ്സിലേക്ക് 4 നോർമൽസ് വരയ്ക്കാൻ പറ്റും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എലിപ്സിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഈ എലിപ്സിലേക്കുള്ള നോർമലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എ എക്സ് ബൈ കോസ് തീറ്റ മൈനസ് ബി വൈ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ നോർമൽ എച്ച് കെ എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യണം. എനിക്ക് ഈ പോയിന്റിൽ നിന്ന് 4 നോർമൽസ് വരയ്ക്കാൻ പറ്റുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോർമൽ എച്ച് കെ എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കണ്ടീഷൻ. സോ എക്സിനും വൈക്കും പകരം എച്ചും കെയും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ എ എച്ച് ബൈ കോസ് തീറ്റ മൈനസ് ബി കെ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ കോസ് തീറ്റയ്ക്കും സൈൻ തീറ്റയ്ക്കും പകരം ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. വി നോ ദാറ്റ് കോസ് തീറ്റ ഇസ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് ബി കെ ബൈ 2 സൈൻ തീറ്റയ്ക്ക് പകരം 2 ടാൻ തീറ്റ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഇക്വേഷനിൽ ടാൻ തീറ്റ ബൈ 2-ന് ഞാൻ ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് ടാൻ തീറ്റ ബൈ 2 ഈക്വൽ ടു ടി. സോ വാട്ട് വി ഗെറ്റ് ഇസ് എ എച്ച് ബൈ 1 മൈനസ് ടി സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ മൈനസ് ബി കെ ബൈ 2t by 1 plus t square equal to a square minus b square. ഡിനോമിനേറ്ററിന് 1 plus t square ഒരു കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? എ എച്ച് ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ബൈ 1 മൈനസ് ടി സ്ക്വയർ മൈനസ് ബി കെ ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ബൈ 2t ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ 2aht ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ മൈനസ് ബി കെ ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 2t ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിയിലുള്ള ഒരു 4th ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ടി റേസ് ടു 4ൻ്റെ ടേം ഇവിടെ നിന്ന് മാത്രമാണ് വരുന്നത് അല്ലേ? മൈനസ് ടി റേസ് ടു 4 ഇൻറ്റു മൈനസ് ബി കെ. സോ ബി കെ ടി റേസ് ടു 4. അതുപോലെ ഓരോ ടേംസും ടി ക്യൂബിൻ്റെ ടി സ്ക്വയറിൻ്റെ ഒക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ ഇക്വേഷൻ 2 ഇൻറ്റു എ എച്ച് പ്ലസ് എ സ്ക്വയർ ഇ സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് പ്ലസ് 2 into ah minus a square e square into t minus bk equal to 0. ഈ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ എലിപ്സ് ആയതുകൊണ്ട് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ? ആ ഒരു കൺവേർഷനും കൂടി ഈ സിംപ്ലിഫിക്കേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ 4th ഡിഗ്രി ഇക്വേഷൻ ഇൻ ടി ആൻഡ് ഹെൻസ് അഡ്മിറ്റ്സ് 4 സൊല്യൂഷൻസ്. ഈ ഓരോ സൊല്യൂഷനും കറസ്പോണ്ടിങ് ആയിട്ട് ടാൻ തീറ്റ ബൈ 2 ഈക്വൽ ടു ടി എന്നുള്ളതിൽ നിന്ന് ഓരോ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് ഓരോ തീറ്റയുടെ വാല്യൂസ് കിട്ടും. ആ 4 ഡിഫറെൻറ്റ് വാല്യൂസ്, തീറ്റയുടെ 4 ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് നമുക്ക് 4 നോർമൽസ് വരയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തത്. If the normals at the point whose eccentric angles are alpha, beta, gamma are concurrent, then show that sin alpha plus sin beta plus gamma plus sin alpha plus gamma equal to 0. അതിന് നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോയിന്റിൽ നിന്ന് 4 നോർമൽസ് വരയ്ക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ എസെൻട്രിക് ആംഗിൾ ആൽഫ ബീറ്റ ഗാമ ആയിട്ടുള്ള നോർമൽസ് കൺകറൻ്റ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. കൺകറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ
ദേ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഇപ്പോൾ 3 നോർമൽസിൻ്റെ എസെൻട്രിക് ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമയാണ്. നാലാമത് ഒരു നോർമലും കൂടി വരയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് എവിഡൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് ഈ നോർമൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എച്ച് കെ ആണ് എന്ന് അസ്യൂം ചെയ്യാം. എച്ച് കെ ആണ് എങ്കിൽ എച്ച് കെയിലൂടെ പാസ് ചെയ്യുന്ന ആ 4 നോർമൽസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബി കെ ടി റേസ് ടു 4 പ്ലസ് 2 ഇൻറ്റു എ എച്ച് പ്ലസ് a square e square t cube plus 2 into ah minus a square e square into t minus bk equal to 0. ഈ ഇക്വേഷൻ്റെ 3 സൊല്യൂഷൻസ് ആൽഫയും ബീറ്റയും ഗാമയും ആണെന്ന് നമുക്കറിയാം. നാലാമത്തെ സൊല്യൂഷൻ ഡെൽറ്റയാണ് എന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്കറിയാവുന്നത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ ടി റേസ് ടു 4 ആണ്. സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ റൂട്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ടി സ്ക്വയർ ബൈ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു 4 ആണ്. അഗെയിൻ പ്രോഡക്റ്റ് ടേക്കൺ 3 അറ്റ് എ ടൈമിൻ്റെ സമ്മേഷൻ എടുത്താൽ കോഎഫിഷ്യന്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു 4 ആണ്. Product of the roots constant term divided by coefficient of t raised to 4 ആണ്. അപ്പോൾ ഇതിൽ product of roots taken 2 at a time എടുക്കുകയാണെങ്കിൽ coefficient of t square by coefficient of t raised to 4 ആണ് അല്ലേ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കാണാം coefficient of t square ആബ്സെൻ്റ് ആണ്. ഇവിടുത്തെ റൂട്ട്സ് t1 t2 t3 t4 ആണെങ്കിൽ they are equal to tan alpha by 2 tan beta by 2 tan gamma by 2 and tan delta by 2. So summation tan alpha by 2 into tan beta by 2 equal to 0 എന്ന് നമുക്ക് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് ടി സ്ക്വയർ ഇവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ട് 0 ബൈ ബി കെ എന്നാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി സമ്മേഷൻ ഓഫ് ടാൻ ആൽഫ ബൈ 2 ടാൻ ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്നുള്ള 4 വാല്യൂസ് ഈ സമ്മേഷനിൽ നമുക്ക് വേരി ചെയ്യേണ്ടി വരും. ടാൻ ആൽഫ ബൈ 2 ടാൻ ബീറ്റ ബൈ 2 plus tan alpha by 2 tan gamma by 2 plus tan alpha by 2 tan delta by 2 plus tan beta by 2 tan gamma by 2 അങ്ങനെ വരുന്ന ആ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ടോട്ടൽ സം അതാണ് നമുക്കിവിടെ 0 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു 4. സോ അതിൽ നിന്ന് നമുക്ക് എന്തറിയാം? tan alpha by 2 into tan beta by 2 into tan gamma by 2 into tan delta by 2 equal to minus bk divided by bk which is equal to minus 1. Okay. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? tan delta by 2 is equal to minus 1 by tan alpha by 2 into tan beta by 2 into tan gamma by 2. അപ്പോൾ tan delta by 2ൻ്റെ ഈ വാല്യൂ ഞാൻ ഈ സമ്മേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. tan delta by 2 വരാത്ത ടേംസ് സമ്മേഷനിൽ അതുപോലെ തന്നെ എഴുതുന്നു. സോ tan alpha by 2 into tan beta by 2 plus tan alpha by 2 into tan gamma by 2. ഡെൽറ്റ ബൈ 2ൻ്റെ ടേം ഞാൻ എഴുതുന്നില്ല, കാരണം ഡെൽറ്റ ബൈ 2ന് എനിക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? tan beta by 2 into tan gamma by 2. എഗെയിൻ ഇനിയുള്ള 3 ടേംസിൽ ടാൻ ഡെൽറ്റ ബൈ 2 ഉണ്ട് അല്ലേ. ആ 3 ടേംസിൽ നിന്നും ഞാൻ ടാൻ ഡെൽറ്റ ബൈ 2 കോമൺ ഫാക്ടർ പുറത്തെടുക്കുകയും ആ കോമൺ ഫാക്ടറിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ മൈനസ് 1 ബൈ ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ബീറ്റ ബൈ 2 ഇൻറ്റു ടാൻ ഗാമ ബൈ 2 ഇൻറ്റു ടാൻ ഡെൽറ്റയുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഏതെല്ലാം ടേംസിന് വന്നിട്ടുണ്ടാവും? ടാൻ ആൽഫ ബൈ 2 പ്ലസ് tan beta by 2 plus tan gamma by 2. അപ്പോൾ tan delta by 2 വരുന്ന ആ 3 ടേംസ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് tan delta by 2 കോമൺ ഫാക്ടർ പുറത്തെടുക്കുകയും അതിന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു 0. ഇനി ഞാൻ ഈ ടേം കൊണ്ട് ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വാട്ട് വി ഗെറ്റ് ഇസ് tan alpha by 2 into tan beta by 2 plus tan alpha by 2 into tan gamma by 2 plus tan beta by 2 into tan gamma by 2. ആദ്യത്തെ 3 ടേംസ് അതുപോലെ തന്നെ എഴുതി.
പിന്നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ടാൻ ആൽഫ ബൈ ടു ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ പിന്നെ ഡിനോമിനേറ്ററിൽ ടാൻ ബീറ്റ ബൈ ടു ടാൻ ഗാമ ബൈ ടു, അതിനെ എനിക്ക് കോട്ട് ബീറ്റ ബൈ ടു കോട്ട് ഗാമ ബൈ ടു എന്ന് എഴുതാം. അതുപോലെ മറ്റ് രണ്ട് ടേംസും കൂടി എഴുതുന്നു. സോ കോട്ട് ആൽഫ ബൈ ടു ഇൻറ്റു കോട്ട് ഗാമ ബൈ ടു മൈനസ് കോട്ട് ആൽഫ ബൈ ടു ഇൻറ്റു കോട്ട് ബീറ്റ ബൈ ടു ഈക്വൽ ടു 0. ഇതിനെ സമ്മേഷൻ ആക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ടാൻ ആൽഫ ബൈ ടു ടാൻ ബീറ്റ ബൈ ടു ഉണ്ട്, അതുപോലെ തന്നെ കോട്ട് ആൽഫ ബൈ ടു കോട്ട് ബീറ്റ ബൈ ടു ഉണ്ട് അല്ലേ. ടാൻ ആൽഫ ബൈ ടു ടാൻ ഗാമ ബൈ ടു ഉണ്ടെങ്കിൽ ടാൻ ആൽഫ ബൈ ടു കോട്ട് ആൽഫ ബൈ ടു കോട്ട് ഗാമ ബൈ ടു ഉണ്ട്. സിമിലർലി ദീസ് ടു ടേംസ്. അപ്പോൾ ഇതിനെ എനിക്ക് സമ്മേഷൻ ആക്കി എഴുതുകയാണെങ്കിൽ സമ്മേഷൻ ടാൻ ആൽഫ ബൈ ടു ടാൻ ബീറ്റ ബൈ ടു മൈനസ് കോട്ട് ആൽഫ ബൈ ടു കോട്ട് ബീറ്റ ബൈ ടു എന്ന് എടുക്കാം. സമ്മേഷൻ ടേക്കൺ ഓവർ ആൽഫ ബീറ്റ ആൻഡ് ഗാമ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇതിന് രണ്ടിനും ഞാൻ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ സമ്മേഷൻ സൈൻ ആൽഫ ബൈ ടു സൈൻ ബീറ്റ ബൈ ടു ബൈ കോസ് ആൽഫ ബൈ ടു കോസ് ബീറ്റ ബൈ ടു മൈനസ് കോസ് ആൽഫ ബൈ ടു cos beta by 2 by sin alpha by 2 sin beta by 2 equal to 0. Cross multiply ചെയ്ത് simplify ചെയ്യുകയാണെങ്കിൽ sigma sin square alpha by 2 sin square beta by 2 minus cos square alpha by 2 cos square beta by 2 divided by sin alpha by 2 cos alpha by 2 sin beta by 2 cos beta by 2 equal to 0. ന്യൂമറേറ്റർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ് അല്ലേ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് അപ്ലൈ ചെയ്താൽ what we get is sigma sin alpha by 2 sin beta by 2 minus cos alpha by 2 cos beta by 2. ഇപ്പോൾ ഞാൻ എ മൈനസ് ബിയുടെ ടേം ആണ് ആദ്യം എഴുതിയത്. ഇൻറ്റു സൈൻ ആൽഫ ബൈ ടു സൈൻ ബീറ്റ ബൈ ടു പ്ലസ് കോസ് ആൽഫ ബൈ ടു കോസ് ബീറ്റ ബൈ ടു ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു എന്നുണ്ട്. 2 സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു ആയിരുന്നെങ്കിൽ ഇതിനെ എനിക്ക് സൈൻ ആൽഫ എന്ന് എഴുതായിരുന്നു അല്ലേ. ഈ ടേമിനെ എനിക്ക് സൈൻ ആൽഫ ബൈ ടു എന്ന് എഴുതാം. ഈ ടേമിനെ സൈൻ ബീറ്റ ബൈ ടു എന്നും എഴുതാം. ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് ഈ 2 ബൈ 2 ചേർന്നുള്ള ബൈ 4ന് ഈ ഇക്വേഷനിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ നേരിട്ട് സൈൻ ആൽഫ സൈൻ ബീറ്റ എന്ന ഡിനോമിനേറ്റർ എഴുതുന്നത് കൊണ്ട് മിസ്റ്റേക്ക് ഇല്ല. ആക്ച്വലി ഒരു ഡിവൈഡഡ് ബൈ 2 കൂടി ഉണ്ട്, പക്ഷേ ഈക്വൽ ടു 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി ഇത് സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി ആണ്. ഇത് സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി ആണ്. ദിസ് ഇസ് കോസ് എ പ്ലസ് ബി അല്ലേ. സോ കോസ് ആൽഫ ബൈ ടു പ്ലസ് ബീറ്റ ബൈ ടു, അതായത് ആൽഫ പ്ലസ് ബീറ്റ ബൈ ടു എന്ന് വരും. ഇൻറ്റു ഇത് കോസ് ആൽഫ ബൈ ടു മൈനസ് ബീറ്റ ബൈ ടു, അതായത് കോസ് ആൽഫ മൈനസ് ബീറ്റ ബൈ ടു എന്ന് വരും. ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ സൈൻ ബീറ്റ ഈക്വൽ ടു 0. നൗ വി ഹാവ് ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ ഇത് 2 കോസ് എ കോസ് ബി ഫോം ആണ് അല്ലേ. ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 2 കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇപ്പോൾ ഇവിടെ എ പ്ലസ് ബി എടുക്കുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ബൈ ടു പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് ആൽഫയാകും. അതുപോലെ എ മൈനസ് ബി എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബി ബൈ ടു മൈനസ് ആൽഫ മൈനസ് ബി ബൈ ടു ബീറ്റ ബൈ ടു എന്ന് വരുമ്പോൾ അത് ബീറ്റയും ആകും. സോ ഫ്രം ദിസ് വാട്ട് വി ഗെറ്റ് ഇസ് സിഗ്മ കോസ് ആൽഫ പ്ലസ് കോസ് ബീറ്റ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ സൈൻ ബീറ്റ ഈക്വൽ ടു 0. സമ്മേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? കോസ് ആൽഫ
cos beta, cos alpha plus cos beta by sin alpha sin beta plus cos alpha plus cos gamma divided by sin alpha sin gamma plus cos beta plus cos gamma divided by sin beta sin gamma equal to 0. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് സൈൻ ആൽഫ സൈൻ ബീറ്റ സൈൻ ഗാമ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സൈൻ ഗാമയാണ് അഡീഷണൽ വരുന്നത് അല്ലേ. സോ കോസ് ആൽഫ ഇൻറ്റു സൈൻ ഗാമ പ്ലസ് കോസ് ബീറ്റ ഇൻറ്റു സൈൻ ഗാമ പ്ലസ് ഇവിടെ സൈൻ ആൽഫയും സൈൻ ഗാമയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു സൈൻ ബീറ്റ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. സൈൻ ബീറ്റ കോസ് ആൽഫ പ്ലസ് sin beta cos gamma പ്ലസ് തേർഡ് ടേമിൽ സൈൻ ആൽഫ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് സൈൻ ആൽഫ കോസ് ഗാമ ഈക്വൽ ടു 0. ഇതിൽ സൈൻ ആൽഫ കോസ് ബീറ്റ ഇവിടെയുണ്ട്, കോസ് ആൽഫ സൈൻ ബീറ്റ ഇവിടെയുണ്ട്. ഈ രണ്ട് ടേംസും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈൻ ആൽഫ പ്ലസ് ബീറ്റ. അതുപോലെ തന്നെ സൈൻ ബീറ്റ കോസ് ഗാമയുണ്ട്, കോസ് ബീറ്റ സൈൻ ഗാമയുണ്ട്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ സൈൻ ബീറ്റ പ്ലസ് ഗാമ. ഇനി ബാക്കിയുള്ള ടേംസ് എന്താണ്? സൈൻ ആൽഫ കോസ് ഗാമ, കോസ് ആൽഫ സൈൻ ഗാമ. ദാറ്റ് ഗിവ്സ് സൈൻ ആൽഫ പ്ലസ് ഗാമ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന ഇക്വേഷൻ.